അപ്പോൾ കത്തനാരിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാം. വളരെ പ്രതീക്ഷയുള്ള ഒരു ജയസൂര്യ സിനിമയാണ്. അതിൻ്റെ ടീസർ ഞാൻ കണ്ടിരുന്നു. അത് നല്ല അടിപൊളിയായിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ട്രെയിലർ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. വിജ്ഞാനത്തിന്റെ രൂപവും ഉറവിടവും എപ്പിടിയായിരുന്നാലും വിനീതിൻ്റെ സൗണ്ടാണല്ലോ. അത് വരവേൽക്കപ്പെടും. ഇന്ദ്രജാലത്തെ നമ്പരുതില്ല. നല്ല കളർ ഗ്രേഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഹാരി പോട്ടറിലാണ് ഇങ്ങനത്തെ ഒരു വിഷയം. நம்ம ஆன்மாவோட கலந்து நம்ம நினைவுகளோடு சங்கமிக்க போகிற ஒரு நிகழ்வு. രാജശ്രീക്ക് കുഞ്ഞമ്മനിൽ നിന്ന് വാഴ്ത്തക്കൾ. കണ്ടതും കേട്ടതും ഒന്നുമല്ല വരാനിരിക്കുന്നത്. ഡയറക്ടറാണല്ലേ, ആപത്ത് കാലത്ത് വരുന്ന അതിമനുഷ്യൻ അഗ്നിയാണ്. കൈപിടിച്ചാൽ കരുതലും കൈവിട്ടാൽ കുട്ടിനാശവും ഫലം. ഒരു മനിത ഉടമ്പിൽ കൊള്ളുന്നതിലും അധികം ശക്തി നിങ്ങൾ കട്ടുപ്പെടുത്തിയിരിക്കുന്നു. വിനീത് നല്ലൊരു പറയുന്നത് വിശ്വസിക്കുക. വേണാട് ആപത്തിലാണ്. ഒക്കെ അന്യായം. അടിപൊളി. അനുഷ്ക ആരാണ്? ഇത് നമ്മുടെ സനൂപ്, സാൻഡി, ഹാരിഷ് തമ്മൻ, വിനീത്, നിതീഷ് ഭരദ്വാജ്. അത് ചാത്തനല്ലേ ഇവിടെ കുട്ടിച്ചാത്ത. അണ്ടമേ മായ. പറയാം. നമ്മുടെ ഒരു മാർവലിൻ്റെ പടം ഉണ്ടാകുന്നത് ഷാൻചി, അതിൻ്റെ ഒരു വൈബ് വന്നി. ആ ബോളറിൽ കണ്ടപ്പോൾ ആ ഒരു ബ്ലഡ് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് വീഴുന്നത്, അതൊക്കെ എല്ലാം അടിപൊളി വിഷ്വലൊക്കെ നല്ല കിണ്ണലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായിരുന്നു നമ്മുടെ ട്രെയിലർ. എന്തായാലും മലയാളത്തിൽ നിന്ന് ഒരു നല്ലൊരു അറ്റംപ്റ്റ് തന്നെയാണത്. ഇത് ട്രെയിലർ കണ്ടപ്പോൾ ലോകയുടെ സിനിമ പോലത്തെ ഒരു ഫീലിംഗ്, അതായത് ആ സെയിം സ്റ്റോറി തന്നെയാണ് ചെയ്തേക്കുന്നത്, വേറൊരു ആംഗിളിൽ. അതിൽ നമ്മൾ ജസ്റ്റ് സണ്ണി വേണ്ട ഒരു ക്യാരക്ടർ കണ്ടിട്ടുണ്ടായിരുന്നു, നീലെ തിളയ്ക്കുന്നതായിട്ട്. അതിൽ നീലെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അത് വേറൊരു ആംഗിളിൽ എടുത്തൊരു പടമാണ് ഈ സെയിം ക്യാരക്ടേഴ്സിനെ വെച്ച്. പക്ഷേ ഇത് കത്തനാരെയാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്ന അനുഷ്ക നീലിയായിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ അതിൽ അഭിനയിച്ച് ലോകയിൽ അഭിനയിച്ച് സാൻഡി ഇതിലുണ്ട്. എന്തായാലും നല്ലൊരു പടം ആകട്ടെ. റിലീസ് ഡേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ തിയേറ്ററിൽ എന്തായാലും പോയി കാണണം. ഓക്കെ.